ഗൈസ്, വെൽക്കം ബാക്ക് ടു ശ്രദ്ധ വ്ളോഗ്സ്. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് എൻ്റെ മാമയുടെ വീട്ടിലാണ്. ആ കാണുന്നത് എൻ്റെ അമ്മയുടെ പാപ്പൻ്റെ വീടാണ് കേട്ടോ. ഞങ്ങളിവിടേക്ക് വന്നിട്ട് 2 ദിവസമായി. ആ കാണുന്നത് എൻ്റെ അമ്മയുടെ വെല്ലിച്ചൻ്റെ വീടാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകും കേട്ടോ. പിന്നെ അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ 2 അതിഥികൾ വന്നത്. വേറെ ആരുമല്ല, പീക്കോക്കുകളാണ് കേട്ടോ. 2 പീക്കോക്കുകളും ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് നല്ല പീലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ആൺപീക്കോക്കും പെൺപീക്കോക്കുമാണ് വന്നിരുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ പൂച്ച അതൊരു വലിയ ഒരു ഭയങ്കര ജീവിയെ പോലെ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഈ പീക്കോക്കിനെ കണ്ടപ്പോൾ വലിയ അതിശയമായി. പക്ഷേ ഞങ്ങൾക്ക് അത് വലിയ അതിശയമൊന്നും ആയില്ല. കാരണം ഞങ്ങളുടെ പൂങ്കുന്നത്തെ ഞങ്ങളുടെ അനക്കം കേട്ടപ്പോൾ അത് പൂവാറായിട്ടോ ഗൈസ്. അത് ഓടുന്നത് കാണുമ്പോൾ ഒട്ടക പക്ഷി ഓടുന്ന പോലെയാണ് കേട്ടോ. അതിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കണം കേട്ടോ. അത്രയ്ക്കധികം നല്ല ഭംഗിയാണ് കേട്ടോ ഗൈസ്. പിന്നെയാണ് ഞങ്ങൾ വേറൊരു സംഭവം കണ്ടത്. നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ കണ്ടത് കണ്ടോ? തേനീച്ചക്കൂടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തേനീച്ചക്കൂട് കണ്ടത് തന്നെ. അത് അതിൻ്റെ ഉള്ളിൽ തേനൊന്നുമില്ല. അത് 2 ദിവസമായിട്ടാണ് 2 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെന്താ, അത് അതിൻ്റെ ഞങ്ങളിത് ഇപ്പോഴാണ് കാണുന്നത്. അച്ചാച്ചൻ ഇത് 2 ദിവസം മുൻപേ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് പറയാൻ മറന്നുപോയിണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് 1 മാസമൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ തേനൊക്കെ കിട്ടുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ അമ്മൂമ്മയുടെ വീട്ടിലത്തെ ബാക്ക് ഭാഗമാണ് കേട്ടോ. നിറച്ച് ഒരു കാട് പോലെയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ട്. ഈ തേനീച്ചകൂട് അനക്കിയെടുക്കാനായിട്ട് അതിന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ വേണം, അല്ലെങ്കിൽ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇതെൻ്റെ ഉണ്ണിയാണ്. ഞാനിന്ന് പോവുകയാണ് കേട്ടോ ഗൈസ്. ആ കാണാൻ ഞാനാണ് കേട്ടോ. എൻ്റെ ബാഗും എല്ലാ സാധനങ്ങളും എടുത്ത് ടാറ്റ പറഞ്ഞ് പോവുകയാണ്. ഞങ്ങളെ മാമയാണ് കേട്ടോ ഗൈസ് കൊണ്ടാക്കിയത്. അച്ഛനൊരു കല്യാണം ഉണ്ടായിരുന്നു. നിങ്ങൾ പോകുന്ന ഭാഗത്തേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ ഇത് ഞങ്ങളുടെ ഗ്രാമമാട്ടോ. ഇത് സന്ധ്യ നേരത്തൊക്കെ നടക്കാൻ നല്ല രസമാണ്. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആ കാണുന്നത് ഞങ്ങളുടെ ഹനുമാനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇതായിട്ട് കാണിച്ചു തരാം. ഈ ഹനുമാന് ലേസർ ഷോ ഉണ്ട് കേട്ടോ ഗൈസ്. അത് ശനി ഞായറാണുള്ളത്. 7:15 മുതൽ 7:30 വരെയാണ്. എല്ലാവരും വന്ന് കാണണം. അത്രയ്ക്ക് നല്ല രസമൊക്കെയാണ് കേട്ടോ. ഇവിടേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞങ്ങളുടെ ശ്രീരാമസ്വാമിയുടെ അമ്പലമാണ്. ഇവിടെ 10 ദിവസം രഥോത്സവം ഉണ്ട് കേട്ടോ. ഇവിടെ സ്വർണ്ണത്തേരും ഉണ്ട്. ഇവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഹനുമാൻ. നല്ല 9 ദിവസമാണ് ഈ സ്വർണ്ണത്തേര് റോഡിലേക്ക് എഴുന്നള്ളിക്കുക. പിന്നെ 10ാമത്തെ ദിവസം ലാസ്റ്റ് ദിവസം ഒരു വലിയ തേരുണ്ട്. ആ തേരും ഇതിൻ്റെ ഉള്ളാട്ടോ. അത് നമുക്ക് 10ാമത്തെ ദിവസം പുറത്തേക്ക് ഇറക്കും അവര്. ഇത് ഞങ്ങളുടെ അമ്പലക്കുളമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ നീന്തൽ പഠിക്കാൻ വരാറുണ്ട്. അപ്പോൾ ശരി ഗൈസ്, അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ.